പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ സാധ്യതയുള്ള സ്പെഷ്യൽ ടോപ്പിക് ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, BNSലെ ആദ്യ ബിൽ അവതരിപ്പിച്ചത് 2023 ഓഗസ്റ്റ് 11. ആദ്യ ബിൽ അവതരിപ്പിച്ചത് 2023 ഓഗസ്റ്റ് 11. പാർലമെന്റിൽ ബിൽ അവതരിപ്പിച്ചത് അമിത് ഷാ. പാർലമെന്റിൽ ബിൽ അവതരിപ്പിച്ചത് അമിത് ഷാ. ആഭ്യന്തര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ബിൽ പരിശോധിച്ച ശേഷം പിൻവലിക്കുകയും ചില ശുപാർശകൾ ഉൾപ്പെടുത്തുകയും ചെയ്തു. ആഭ്യന്തര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ബിൽ പരിശോധിച്ച ശേഷം പിൻവലിക്കുകയും ചില ശുപാർശകൾ ഉൾപ്പെടുത്തുകയും ചെയ്തു. പുതുക്കിയ രണ്ടാമത്തെ ബിൽ അവതരിപ്പിച്ചത് 2023 ഡിസംബർ 12. പുതുക്കിയ രണ്ടാമത്തെ ബിൽ അവതരിപ്പിച്ചത് 2023 ഡിസംബർ 12. ബിൽ ലോക്സഭ അംഗീകരിച്ചത് 2023 ഡിസംബർ 20. ബിൽ ലോക്സഭ അംഗീകരിച്ചത് 2023 ഡിസംബർ 20. ബിൽ രാജ്യസഭ അംഗീകരിച്ചത് 2023 ഡിസംബർ 21. ബിൽ രാജ്യസഭ അംഗീകരിച്ചത് 2023 ഡിസംബർ 21. പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് 2023 ഡിസംബർ 25. പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് 2023 ഡിസംബർ 25. നിയമം നിലവിൽ വന്നത് 2024 ജൂലൈ 1. നിയമം നിലവിൽ വന്നത് 2024 ജൂലൈ 1. ആദ്യ ബിൽ അവതരിപ്പിച്ചത് 2023 ഓഗസ്റ്റ് 11. പുതുക്കിയ രണ്ടാമത്തെ ബിൽ അവതരിപ്പിച്ചത് 2023 ഡിസംബർ 12. ബിൽ ലോക്സഭ അംഗീകരിച്ചത് 2023 ഡിസംബർ 20. ബിൽ രാജ്യസഭ അംഗീകരിച്ചത് 2023 ഡിസംബർ 21. പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് 2023 ഡിസംബർ 25. നിയമം നിലവിൽ വന്നത് 2024 ജൂലൈ 1. 160 വർഷത്തിലധികം പഴക്കമുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പകരമായി കൊണ്ടുവന്ന നിയമമാണ് ഭാരതീയ ന്യായ സംഹിത. 160 വർഷത്തിലധികം പഴക്കമുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പകരമായി കൊണ്ടുവന്ന നിയമമാണ് ഭാരതീയ ന്യായ സംഹിത. ഭാരതീയ ന്യായ സംഹിതയിൽ 20 അധ്യായങ്ങളും 358 സെക്ഷനുമാണ് ഉള്ളത്. ഭാരതീയ ന്യായ സംഹിതയിൽ 20 അധ്യായങ്ങളും 358 സെക്ഷനുമാണ് ഉള്ളത്. ഇന്ത്യയിൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് ഗ്വാളിയർ, മധ്യപ്രദേശിലെ ഗ്വാളിയറിലാണ് ഇന്ത്യൻ ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതൊരു ബൈക്ക് മോഷണ കേസ് ആയിരുന്നു. എന്നാൽ കേരളത്തിൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് കൊണ്ടോട്ടി, മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി. കേരളത്തിൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് കൊണ്ടോട്ടി, മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി. ഇത് അശ്രദ്ധമായും മനുഷ്യജീവന് അപകടം വരുത്തുന്ന രീതിയിൽ ഇരുചക്ര വാഹനം ഓടിച്ചതിനാണ്. കേരളത്തിൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് കൊണ്ടോട്ടി. ഇത് അശ്രദ്ധമായും മനുഷ്യജീവന് അപകടം വരുത്തുന്ന രീതിയിലും ഇരുചക്ര വാഹനം ഓടിച്ചതിനാണ്. ഭാരതീയ ന്യായ സംഹിതയിൽ നിർവചനങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വകുപ്പ് സെക്ഷൻ 2. ഭാരതീയ ന്യായ സംഹിതയിൽ നിർവചനങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വകുപ്പ് സെക്ഷൻ 2. സെക്ഷൻ 2-ൽ 3-ൽ പറയുന്ന ഡെഫിനിഷൻ കുട്ടി. കുട്ടി എന്നാൽ 18 വയസ്സിൽ താഴെ പ്രായമുള്ള ഏതൊരു വ്യക്തിയെയും കുട്ടി എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്നു. 18 വയസ്സിൽ താഴെ പ്രായമുള്ള ഏതൊരു വ്യക്തിയെയും കുട്ടി എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്നു. സെക്ഷൻ 2-ൽ 3. സെക്ഷൻ 2-ൽ 8 രേഖ. തെളിവായി ഉപയോഗിക്കാവുന്നതോ തെളിവായി ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതോ ആയ ഏതെങ്കിലും കാര്യം, അക്ഷരങ്ങൾ, സംഖ്യകൾ, അടയാളങ്ങൾ എന്നിവ വഴി ഒരു പദാർത്ഥത്തിന്മേൽ പ്രകടമാക്കുകയോ വിവരിക്കുകയോ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഡിജിറ്റൽ, ഇലക്ട്രോണിക് രേഖകൾ ഉൾപ്പെടുന്നു.
സെക്ഷൻ 2-8 രേഖ തെളിവായി ഉപയോഗിക്കാവുന്നതോ തെളിവായി ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതോ ആയ എന്തെങ്കിലും കാര്യം, അക്ഷരങ്ങൾ, സംഖ്യകൾ, അടയാളങ്ങൾ എന്നിവ വഴി ഒരു പദാർത്ഥത്തിൽ മേൽ പ്രകടമാക്കുകയോ വിവരിക്കുകയോ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഡിജിറ്റൽ, ഇലക്ട്രോണിക് രേഖകൾ ഉൾപ്പെടുന്നു. സെക്ഷൻ 2-13 അഭയം ഒരാൾക്ക് ആശ്രയമോ ഭക്ഷണമോ പാനീയമോ പണമോ വസ്ത്രങ്ങളോ ആയുധങ്ങളോ വെടിക്കോപ്പോ വാഹന സൗകര്യമോ നൽകുന്നതോ അല്ലെങ്കിൽ പിടിക്കപ്പെടുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിനു വേണ്ടി ഒരാളെ സഹായിക്കുന്നതോ ഉൾപ്പെടുന്നു. ഒരാൾക്ക് ആശ്രയമോ ഭക്ഷണമോ പാനീയമോ പണമോ വസ്ത്രങ്ങളോ ആയുധങ്ങളോ വെടിക്കോപ്പോ വാഹന സൗകര്യമോ നൽകുന്നതോ അല്ലെങ്കിൽ പിടിക്കപ്പെടുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിനു വേണ്ടി ഒരാളെ സഹായിക്കുന്നതോ ഉൾപ്പെടുന്നു. സെക്ഷൻ 2-14 പരിക്ക് ഏതൊരു വ്യക്തിയുടെയും ശരീരത്തിനോ മനസ്സിനോ ഖ്യാതിക്കോ വസ്തുവിനോ നിയമവിരുദ്ധമായി ഉണ്ടാകുന്ന ഏതൊരു ഹാനിയെയും പരിക്കെന്ന് പറയാം. സെക്ഷൻ 2-14 പരിക്ക് ഏതൊരു വ്യക്തിയുടെയും ശരീരത്തിനോ മനസ്സിനോ ഖ്യാതിക്കോ വസ്തുവിനോ നിയമവിരുദ്ധമായി ഉണ്ടാകുന്ന ഏതൊരു ഹാനിയെയും പരിക്ക് എന്ന് പറയാം. സെക്ഷൻ 2-28 പബ്ലിക് സർവന്റ് പൊതുസേവകൻ പബ്ലിക് സർവന്റ് എന്നതിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നവർ ഇന്ത്യയിലെ കരസേനയിലോ നാവികസേനയിലോ വ്യോമസേനയിലോ ഏതൊരു കമ്മീഷൻഡ് ഓഫീസറും ഒറ്റയ്ക്കോ അല്ലെങ്കിൽ വ്യക്തികളുടെ ഏതെങ്കിലും സംഘത്തിലെ ഒരു അംഗമെന്ന നിലയിലോ വിധി നിർണയം നടത്തുന്നതിനുള്ള ഏതെങ്കിലും ചുമതല നിർവഹിക്കുന്നതിന് നിയമത്താൽ അധികാരപ്പെടുത്തിയ ഏതൊരു ജഡ്ജിയും. സെക്ഷൻ 2-28 പൊതുസേവകൻ പബ്ലിക് സർവന്റ് എന്നതിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നവർ ഇന്ത്യയിലെ കരസേനയിലോ നാവികസേനയിലോ വ്യോമസേനയിലോ ഏതൊരു കമ്മീഷൻഡ് ഓഫീസറും ഒറ്റയ്ക്കോ അല്ലെങ്കിൽ വ്യക്തികളുടെ ഏതെങ്കിലും സംഘത്തിലെ ഒരു അംഗമെന്ന നിലയിലോ വിധി നിർണയം നടത്തുന്നതിനുള്ള ഏതെങ്കിലും ചുമതല നിർവഹിക്കുന്നതിന് നിയമത്താൽ അധികാരപ്പെടുത്തിയ ഏതൊരു ജഡ്ജിയും. സെക്ഷൻ 3 ജനറൽ എക്സ്പ്ലനേഷൻ സെക്ഷൻ 3-5 ആക്ട്സ് ഡൺ ബൈ സെവറൽ പേഴ്സൺസ് ഇൻ ഫർദർനെസ് ഓഫ് കോമൺ ഇന്റൻഷൻ. സെക്ഷൻ 3-5 ആക്ട്സ് ഡൺ ബൈ സെവറൽ പേഴ്സൺസ് ഇൻ ഫർദർനെസ് ഓഫ് കോമൺ ഇന്റൻഷൻ പല വ്യക്തികൾ കൂടി അവരുടെയെല്ലാം പൊതു ലക്ഷ്യത്തെ പുരോഗമിപ്പിക്കുന്നതിന് ഒരു കുറ്റകരമായ കൃത്യം ചെയ്യുമ്പോൾ അങ്ങനെയുള്ളവരിൽ ഓരോരോ വ്യക്തിയും ആ കൃത്യം അയാൾ തനിയെ ചെയ്തിരുന്നുവെങ്കിൽ എന്ത് രീതിയിലാണോ ഉത്തരവാദിയാകുന്നത് ആ രീതിയിൽ തന്നെ ഉത്തരവാദിയാകുന്നതാണ്. സെക്ഷൻ 3-5 ആക്ട്സ് ഡൺ ബൈ സെവറൽ പേഴ്സൺസ് ഇൻ ഫർദർനെസ് ഓഫ് കോമൺ ഇന്റൻഷൻ പല വ്യക്തികൾ കൂടി അവരുടെയെല്ലാം പൊതു ലക്ഷ്യത്തെ പുരോഗമിപ്പിക്കുന്നതിന് ഒരു കുറ്റകരമായ കൃത്യം ചെയ്യുമ്പോൾ അങ്ങനെയുള്ളവരിൽ ഓരോരോ വ്യക്തിയും ആ കൃത്യം അയാൾ തനിയെ ചെയ്തിരുന്നുവെങ്കിൽ ഏത് രീതിയിലാണോ ഉത്തരവാദിയാകുന്നത് ആ രീതിയിൽ തന്നെ ഉത്തരവാദിയാകുന്നതാണ്. സെക്ഷൻ 4 പണിഷ്മെന്റ് ശിക്ഷകൾ ഭാരതീയ ന്യായ സംഹിതയ്ക്ക് കീഴിൽ നൽകപ്പെടുന്ന ശിക്ഷകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. സെക്ഷൻ 4 BNSന് കീഴിൽ നൽകപ്പെടുന്ന ശിക്ഷകൾ മരണം, ജീവപര്യന്ത തടവ്, തടവ് 2 തരം, കഠിന തടവ്, കടുപ്പമുള്ള ജോലിയോട് കൂടിയത്, 2 വെറും തടവ്, വസ്തു കണ്ടുകെട്ടൽ, പിഴ, സാമൂഹ്യ സേവനം. സെക്ഷൻ 4 ശിക്ഷകൾ ഭാരതീയ ന്യായ സംഹിതയ്ക്ക് കീഴിൽ നൽകപ്പെടുന്ന ശിക്ഷകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. BNSന് കീഴിൽ നൽകപ്പെടുന്ന ശിക്ഷകൾ മരണം, ജീവപര്യന്ത തടവ്, തടവ് 2 തരം, കഠിന തടവ്, കടുപ്പമുള്ള ജോലിയോട് കൂടിയത്, വെറും തടവ്, വസ്തു കണ്ടുകെട്ടൽ, പിഴ, സാമൂഹ്യ സേവനം. സെക്ഷൻ 15-16 ജുഡീഷ്യൽ ആക്ട്സ്. സെക്ഷൻ 15-16 ജുഡീഷ്യൽ ആക്ട്സ്. സെക്ഷൻ 15 ആക്ട് ഓഫ് ജഡ്ജ് വെൻ ആക്ടിംഗ് ജുഡീഷ്യലി. സെക്ഷൻ 15 ആക്ട് ഓഫ് ജഡ്ജ് വെൻ ആക്ടിംഗ് ജുഡീഷ്യലി ഒരു ന്യായാധിപൻ തനിക്ക് നിയമപരമായി ലഭ്യമായിട്ടുള്ളതാണെന്നോ അല്ലെങ്കിൽ
നിയമപരമായി തനിക്ക് ലഭ്യമാണെന്ന് ഉത്തമ വിശ്വാസപൂർവം വിശ്വസിക്കുന്നതോ ആയ ഏതെങ്കിലും അധികാരം ജുഡീഷ്യൽ ആയി പ്രയോഗിക്കുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന യാതൊരു പ്രവൃത്തിയും കുറ്റകരമാകുന്നതല്ല. ഉദാഹരണം, എ എന്ന ജഡ്ജി ബിയെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു. സെക്ഷൻ 15 പ്രകാരം സംരക്ഷിക്കപ്പെട്ടതിനാൽ ബിയുടെ കൊലപാതകത്തിന് എ ബാധ്യസ്ഥനല്ല. സെക്ഷൻ 15 ആക്ട് ഓഫ് ജഡ്ജ് വെൻ ആക്ടിംഗ് ജുഡീഷ്യലി. ഒരു ന്യായാധിപൻ തനിക്ക് നിയമപരമായി ലഭ്യമായിട്ടുള്ളതാണെന്നോ അല്ലെങ്കിൽ നിയമപരമായി തനിക്ക് ലഭ്യമാണെന്ന് ഉത്തമ വിശ്വാസപൂർവം വിശ്വസിക്കുന്നതോ ആയ ഏതെങ്കിലും അധികാരം ജുഡീഷ്യലായി പ്രയോഗിക്കുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന യാതൊരു പ്രവൃത്തിയും കുറ്റമാകുന്നതല്ല. ഉദാഹരണം, എ എന്ന ജഡ്ജി ബിയെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു. സെക്ഷൻ 15 പ്രകാരം സംരക്ഷിക്കപ്പെട്ടതിനാൽ ബിയുടെ കൊലപാതകത്തിന് എ ബാധ്യസ്ഥനല്ല. സെക്ഷൻ 16 ആക്ട് ഡൺ pursuant to judgment or order of court. സെക്ഷൻ 16 ആക്ട് ഡൺ pursuant to judgment or order of court. ഒരു നീതിന്യായ കോടതിയുടെ വിധിയോ ഉത്തരവോ അനുസരിച്ച് ചെയ്യപ്പെടുന്നതോ അല്ലെങ്കിൽ വാറന്റ് നൽകുന്നതോ ആയ യാതൊന്നും അത്തരം വിധിയോ ഉത്തരവോ പ്രാബല്യത്തിലുള്ളപ്പോൾ ചെയ്തിട്ടുള്ളതാണെങ്കിൽ അങ്ങനെയുള്ള വിധിയോ ഉത്തരവോ പുറപ്പെടുവിക്കാൻ കോടതിക്ക് അധികാരമില്ലാതിരുന്നെങ്കിൽ പോലും കൃത്യം ചെയ്യുന്നയാൾ കോടതിക്ക് അധികാരപരിധിയുണ്ടെന്ന് ഉത്തമ വിശ്വാസപൂർവം വിശ്വസിക്കുന്നുവെങ്കിൽ അത് കുറ്റകരമാകുന്നതല്ല. സെക്ഷൻ 16 ആക്ട് ഡൺ pursuant to judgment or order of court. ഒരു നീതിന്യായ കോടതിയുടെ വിധിയോ ഉത്തരവോ അനുസരിച്ച് ചെയ്യപ്പെടുന്നതോ അല്ലെങ്കിൽ വാറന്റി നൽകുന്നതോ ആയ യാതൊന്നും അത്തരം വിധിയോ ഉത്തരവോ പ്രാബല്യത്തിലുള്ളപ്പോൾ ചെയ്തിട്ടുള്ളതാണെങ്കിൽ അങ്ങനെയുള്ള വിധിയോ ഉത്തരവോ പുറപ്പെടുവിക്കാൻ കോടതിക്ക് അധികാരമില്ലാതിരുന്നെങ്കിൽ പോലും കൃത്യം ചെയ്യുന്നയാൾ കോടതിക്ക് അധികാരപരിധിയുണ്ടെന്ന് ഉത്തമ വിശ്വാസപൂർവം വിശ്വസിക്കുന്നുവെങ്കിൽ അത് കുറ്റകരമാകുന്നതല്ല. സെക്ഷൻ 18 ആക്സിഡന്റ് ഇൻ ഡൂയിങ് എ ലോഫുൾ ആക്ട്. സെക്ഷൻ 18 ആക്സിഡന്റ് ഇൻ ഡൂയിങ് എ ലോഫുൾ ആക്ട്. നിയമാനുസൃതമായ ഒരു പ്രവൃത്തി നിയമാനുസൃതമായ രീതിയിലും നിയമാനുസൃതമായ മാർഗങ്ങളിലൂടെയും വേണ്ടത്ര ശ്രദ്ധയോടും കരുതലോടും കൂടി കുറ്റകരമായ യാതൊരു ഉദ്ദേശമോ അറിവോ കൂടാതെ ചെയ്യവേ യാദൃശ്യമായോ ദൗർഭാഗ്യത്താലോ ചെയ്യപ്പെടുന്ന യാതൊന്നും കുറ്റകരമാകുന്നതല്ല. സെക്ഷൻ 18 ആക്സിഡന്റ് ഇൻ ഡൂയിങ് എ ലോഫുൾ ആക്ട്. നിയമാനുസൃതമായ ഒരു പ്രവൃത്തി നിയമാനുസൃതമായ രീതിയിലും നിയമാനുസൃതമായ മാർഗങ്ങളിലൂടെയും വേണ്ടത്ര ശ്രദ്ധയോടും കരുതലോടെയും കൂടി കുറ്റകരമായ യാതൊരു ഉദ്ദേശമോ അറിവോ കൂടാതെ ചെയ്യവേ യാദൃശ്ചികമായോ ദൗർഭാഗ്യത്താലോ ചെയ്യപ്പെടുന്ന യാതൊന്നും കുറ്റകരമാകുന്നതല്ല. സെക്ഷൻ 19 ആക്ട് ലൈക്ലി ടു കോസ് ഹാം ബട്ട് ഡൺ വിത്തൗട്ട് ക്രിമിനൽ ഇന്റന്റ് ആൻഡ് ടു പ്രിവെന്റ് അതർ ഹാം. മറ്റൊരാൾക്കോ വസ്തുവിനോ ഹാനി ഉണ്ടാക്കുവാൻ ഇടയുള്ളതും എന്നാൽ കുറ്റകരമായ ദുരുദ്ദേശം ഇല്ലാതെ മറ്റൊരു വലിയ ഹാനി തടയുവാൻ വേണ്ടി ചെയ്യുന്ന കൃത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഒരു വലിയ കുറ്റം തടയുന്നതിനോ ഒഴിവാക്കുന്നതിനോ വേണ്ടി ഒരു വ്യക്തി ചെയ്യുന്ന ചെറിയ കുറ്റം കുറ്റമായി പരിഗണിക്കേണ്ടതില്ല എന്നതാണ് ഈ വകുപ്പിന്റെ അടിസ്ഥാന തത്വം. സെക്ഷൻ 19 ആക്ട് ലൈക്ലി ടു കോസ് ഹാം ബട്ട് ഡൺ വിത്തൗട്ട് ക്രിമിനൽ ഇന്റന്റ് ആൻഡ് ടു പ്രിവെന്റ് അതർ ഹാം. മറ്റൊരാൾക്കോ വസ്തുവിനോ ഹാനി ഉണ്ടാക്കുവാൻ ഇടയുള്ളതും എന്നാൽ കുറ്റകരമായ ദുരുദ്ദേശം ഇല്ലാതെ മറ്റൊരു വലിയ ഹാനി തടയുവാൻ വേണ്ടി ചെയ്യുന്ന കൃത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഒരു വലിയ കുറ്റം തടയുന്നതിനോ ഒഴിവാക്കുന്നതിനോ വേണ്ടി ഒരു വ്യക്തി ചെയ്യുന്ന ചെറിയ കുറ്റം കുറ്റമായി പരിഗണിക്കേണ്ടതില്ല എന്നതാണ് ഈ വകുപ്പിന്റെ അടിസ്ഥാന തത്വം. സെക്ഷൻ 20-21 ശൈശവം. സെക്ഷൻ 20-21 ശൈശവം. സെക്ഷൻ 20 ആക്ട് ഓഫ് എ ചൈൽഡ് അണ്ടർ 7 years ഓഫ് ഏജ്. 7 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടി ചെയ്യുന്ന യാതൊന്നും കുറ്റമല്ല എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ്. സെക്ഷൻ 20 7 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടി ചെയ്യുന്നതൊന്നും കുറ്റമല്ല എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ്. സെക്ഷൻ 21
Act of a child above 7 and under 12 years of age of immature understanding. 7 വയസ്സിനും 12 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള ഒരു കുട്ടി തന്റെ അപക്വമായ ധാരണശക്തിയാൽ ചെയ്യപ്പെടുന്ന ഒരു പ്രവൃത്തിക്കും അയാൾ കുറ്റക്കാരനായിരിക്കില്ല എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ്. 7 വയസ്സിന് മുകളിലുള്ളതും 12 വയസ്സിന് താഴെ പ്രായമുള്ളതുമായ കുട്ടികൾ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്താൽ BNS സെക്ഷൻ 21 പ്രകാരം അവർക്ക് ജനറൽ എക്സെപ്ഷന്റെ ഇളവിനായി അപേക്ഷിക്കാം. സെക്ഷൻ 22 ആക്ട് ഓഫ് എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്. സെക്ഷൻ 22 ആക്ട് ഓഫ് എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്. ഭ്രാന്ത് ഒരു പൊതു ഒഴിവാക്കലായി കണക്കാക്കാം എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ്. ഒരു കൃത്യം ചെയ്യുന്ന സമയത്ത് ചിത്തഭ്രമത്താൽ ആ പ്രവൃത്തിയുടെ സ്വഭാവമോ അല്ലെങ്കിൽ അയാൾ ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്നോ തെറ്റാണെന്നോ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരാൾ ചെയ്യുന്ന യാതൊന്നും കുറ്റകരമാകുന്നതല്ല. ഒരു കുറ്റകൃത്യത്തിന് ഒരു വ്യക്തിയെ നിയമപരമായി ബാധ്യസ്ഥനാക്കണമെങ്കിൽ അയാൾക്ക് ക്രിമിനൽ ഉദ്ദേശം ഉണ്ടായിരിക്കണം, ക്രിമിനൽ ഇന്റൻഷൻ. സെക്ഷൻ 22 ആക്ട് ഓഫ് എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്. ഭ്രാന്ത് ഒരു പൊതു ഒഴിവാക്കലായി കണക്കാക്കാം എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ്. ഒരു കൃത്യം ചെയ്യുന്ന സമയത്ത് ചിത്രഭ്രമത്താൽ ആ പ്രവൃത്തിയുടെ സ്വഭാവമോ അല്ലെങ്കിൽ അയാൾ ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്നോ തെറ്റാണെന്നോ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരാൾ ചെയ്യുന്ന യാതൊന്നും കുറ്റകരമാകുന്നതല്ല. ഒരു കുറ്റകൃത്യത്തിന് ഒരു വ്യക്തിയെ നിയമപരമായി ബാധ്യസ്ഥനാക്കണമെങ്കിൽ അയാൾക്ക് ക്രിമിനൽ ഉദ്ദേശം ഉണ്ടായിരിക്കണം, ക്രിമിനൽ ഇന്റൻഷൻ. സെക്ഷൻ 23-24 ഇൻടോക്സിക്കേഷൻ. സെക്ഷൻ 23-24 ഇൻടോക്സിക്കേഷൻ. സെക്ഷൻ 23 ആക്ട് ഓഫ് എ പേഴ്സൺ ഇൻകേപ്പബിൾ ഓഫ് ജഡ്ജ്മെന്റ് ബൈ റീസൺ ഓഫ് ഇൻടോക്സിക്കേഷൻ കോസ്ഡ് അഗൈൻസ്റ്റ് ഹിസ് വിൽ. സെക്ഷൻ 23 ആക്ട് ഓഫ് എ പേഴ്സൺ ഇൻകേപ്പബിൾ ഓഫ് ജഡ്ജ്മെന്റ് ബൈ റീസൺ ഓഫ് ഇൻടോക്സിക്കേഷൻ കോസ്ഡ് അഗൈൻസ്റ്റ് ഹിസ് വിൽ. സ്വമേധയാ അല്ലാത്ത ലഹരിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ലഹരി നിമിത്തം ആ പ്രവൃത്തിയുടെ സ്വഭാവം അറിയാനോ അയാൾ ചെയ്യുന്നത് തെറ്റാണോ അല്ലെങ്കിൽ നിയമത്തിന് എതിരാണോ എന്ന് തിരിച്ചറിയാനോ കഴിവില്ലാതെ എന്തെങ്കിലും ചെയ്താൽ അയാൾ ആ കുറ്റത്തിന് ഉത്തരവാദിയാകില്ല. സെക്ഷൻ 24 ഒഫൻസ് റിക്വയറിംഗ് എ പർട്ടിക്കുലർ ഇന്റന്റ് ഓർ നോളജ് കമ്മിറ്റഡ് ബൈ വൺ ഹൂ ഈസ് ഇൻടോക്സിക്കേറ്റഡ്. സെക്ഷൻ 24 ഒഫൻസ് റിക്വയറിംഗ് എ പർട്ടിക്കുലർ ഇന്റന്റ് ഓർ നോളജ് കമ്മിറ്റഡ് ബൈ വൺ ഹൂ ഈസ് ഇൻടോക്സിക്കേറ്റഡ്. സ്വമേധയാ ലഹരി പിടിച്ച അവസ്ഥയിൽ ഉള്ള വ്യക്തി ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ അയാൾക്ക് ലഹരി പിടിച്ചില്ലെങ്കിൽ ഉണ്ടായിരിക്കുമായിരുന്ന അറിവ് തന്നെ അപ്പോൾ ഉണ്ടായിരുന്നു എന്ന രീതിയിൽ നടപടി എടുക്കേണ്ടതാണ്. സെക്ഷൻ 25 മുതൽ 30 കൺസെന്റ്. സെക്ഷൻ 25 മുതൽ 30 കൺസെന്റ്. സെക്ഷൻ 25 ആക്ട് നോട്ട് ഇന്റന്റഡ് ആൻഡ് നോട്ട് നോൺ ടു ബി ലൈക്ലി ടു കോസ് ഡെത്ത് ഓർ ഗ്രീവിയസ് ഹർട്ട് ഡൺ ബൈ കൺസെന്റ്. മരണം സംഭവിപ്പിക്കുകയോ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ ചെയ്യണമെന്ന് ഉദ്ദേശിക്കാത്തതും അങ്ങനെ സംഭവിക്കാൻ ഇടയുണ്ടെന്ന് അറിയാത്തതുമായ കൃത്യം സമ്മതത്തോടെ ചെയ്യുന്നത് കുറ്റകരമാകുന്നതല്ല. സെക്ഷൻ 25 ആക്ട് നോട്ട് ഇന്റന്റഡ് ആൻഡ് നോട്ട് നോൺ ടു ബി ലൈക്ലി ടു കോസ് ഡെത്ത് ഓർ ഗ്രീവിയസ് ഹർട്ട് ഡൺ ബൈ കൺസെന്റ്. മരണം സംഭവിപ്പിക്കുകയോ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ ചെയ്യണമെന്ന് ഉദ്ദേശിക്കാത്തതും അങ്ങനെ സംഭവിക്കാൻ ഇടയുണ്ടെന്ന് അറിയാത്തതുമായ കൃത്യം സമ്മതത്തോടെ ചെയ്യുന്നത് കുറ്റകരമാകുന്നതല്ല. സെക്ഷൻ 25 മുതൽ 30 വരെ കൺസെന്റ്. സെക്ഷൻ 25 ആക്ട് നോട്ട് ഇന്റന്റഡ് ആൻഡ് നോട്ട് നോൺ ടു ബി ലൈക്ലി ടു കോസ് ഡെത്ത് ഓർ ഗ്രീവിയസ് ഹർട്ട് ഡൺ ബൈ കൺസെന്റ്. മരണം സംഭവിപ്പിക്കുകയോ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ ചെയ്യണമെന്ന് ഉദ്ദേശിക്കാത്തതും അങ്ങനെ സംഭവിക്കാൻ ഇടയുണ്ടെന്ന് അറിയാത്തതുമായ കൃത്യം സമ്മതത്തോടെ ചെയ്യുന്നത് കുറ്റമാകുന്നതല്ല. 25 മുതൽ 30 വരെ കൺസെന്റ്. സെക്ഷൻ 25 ആക്ട് നോട്ട് ഇന്റന്റഡ് ആൻഡ് നോട്ട് നോൺ ടു ബി ലൈക്ലി ടു കോസ് ഡെത്ത് ഓർ ഗ്രീവിയസ് ഹർട്ട് ഡൺ ബൈ കൺസെന്റ്. മരണം സംഭവിപ്പിക്കുകയോ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ ചെയ്യണമെന്ന് ഉദ്ദേശിക്കാത്തതും അങ്ങനെ സംഭവിക്കാൻ ഇടയുണ്ടെന്ന് അറിയാത്തതുമായ കൃത്യം
സമ്മതത്തോടെ ചെയ്യുന്നത് കുറ്റമാകുന്നതല്ല. സെക്ഷൻ 26. ആക്ട് നോട്ട് ഇന്റൻഡഡ് ടു കോസ് ഡെത്ത് ഡൺ ബൈ കൺസെന്റ് ഇൻ ഗുഡ് ഫെയ്ത്ത് ഫോർ പേഴ്സൺസ് ബെനിഫിറ്റ്. മരണം സംഭവിക്കണമെന്ന ഉദ്ദേശമില്ലാതെ ഒരാളുടെ ഗുണത്തിനു വേണ്ടി അയാളുടെ സമ്മതപ്രകാരം ചെയ്യുന്ന പ്രവർത്തികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. സെക്ഷൻ 26. ആക്ട് നോട്ട് ഇന്റൻഡഡ് ടു കോസ് ഡെത്ത് ഡൺ ബൈ കൺസെന്റ് ഇൻ ഗുഡ് ഫെയ്ത്ത് ഫോർ പേഴ്സൺസ് ബെനിഫിറ്റ്. മരണം സംഭവിക്കണമെന്ന ഉദ്ദേശമില്ലാതെ ഒരാളുടെ ഗുണത്തിനു വേണ്ടി അയാളുടെ സമ്മതപ്രകാരം ചെയ്യുന്ന പ്രവർത്തികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. സെക്ഷൻ 27. ആക്ട് ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത് ഫോർ ബെനിഫിറ്റ് ഓഫ് ചൈൽഡ് ഓർ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് ബൈ ഓർ ബൈ കൺസെന്റ് ഓഫ് ഗാർഡിയൻ. 12 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിയുടെയോ അല്ലെങ്കിൽ ചിത്രപ്പണം ഉള്ള വ്യക്തിയുടെയോ ഗുണത്തെ കരുതി സദുദ്ദേശത്തോടെ അവരുടെ രക്ഷകർത്താവിനാലോ അല്ലെങ്കിൽ അവരുടെ നിയമാനുസൃത സംരക്ഷണ ചുമതലയിലുള്ള വ്യക്തിയാലോ അല്ലെങ്കിൽ മറ്റാളുകളുടെ പ്രകടമായ സമ്മതത്താലോ ഒരു പ്രവൃത്തി ചെയ്യപ്പെടുകയാണെങ്കിൽ ആ പ്രവൃത്തിയാൽ എന്തെങ്കിലും ഹാനി ഉണ്ടായാലും ആ പ്രവൃത്തി കുറ്റകരമാകുന്നതല്ല എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ്. സെക്ഷൻ 27. ആക്ട് ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത് ഫോർ ബെനിഫിറ്റ് ഓഫ് ചൈൽഡ് ഓർ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് ബൈ ഓർ ബൈ കൺസെന്റ് ഓഫ് ഗാർഡിയൻ. 12 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിയുടെയോ അല്ലെങ്കിൽ ചിത്രപ്പണം ഉള്ള വ്യക്തിയുടെയോ ഗുണത്തെ കരുതി സദുദ്ദേശത്തോടെ അവരുടെ രക്ഷകർത്താവിനാലോ അല്ലെങ്കിൽ അവരുടെ നിയമാനുസൃത സംരക്ഷണ ചുമതലയിലുള്ള വ്യക്തിയാലോ അല്ലെങ്കിൽ മറ്റാളുകളുടെ പ്രകടമായ സമ്മതത്താലോ ഒരു പ്രവൃത്തി ചെയ്യപ്പെടുകയാണെങ്കിൽ ആ പ്രവൃത്തിയാൽ എന്തെങ്കിലും ഹാനി ഉണ്ടായാലും ആ പ്രവൃത്തി കുറ്റകരമാകുന്നതല്ല എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ്. സെക്ഷൻ 28. കൺസെന്റ് നോൺ ടു ബി ഗിവൺ അണ്ടർ ഫിയർ ഓർ മിസ്കൺസെപ്ഷൻ. ഒരു വ്യക്തി നൽകുന്ന സമ്മതം ഈ നിയമത്തിലെ ഒരു വകുപ്പ് പ്രകാരവും ഉദ്ദേശിച്ച തരത്തിലുള്ള സമ്മതമല്ലാതാക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുന്ന വകുപ്പ്. സെക്ഷൻ 28. കൺസെന്റ് നോൺ ടു ബി ഗിവൺ അണ്ടർ ഫിയർ ഓർ മിസ്കൺസെപ്ഷൻ. ഒരു വ്യക്തി നൽകുന്ന സമ്മതം ഈ നിയമത്തിലെ ഒരു വകുപ്പ് പ്രകാരവും ഉദ്ദേശിച്ച തരത്തിലുള്ള സമ്മതമല്ലാതാക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുന്ന വകുപ്പ്. സെക്ഷൻ 28. സെക്ഷൻ 30. ആക്ട് ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത് ഫോർ ബെനിഫിറ്റ് ഓഫ് എ പേഴ്സൺ വിത്തൗട്ട് കൺസെന്റ്. ഒരാളുടെ നന്മയ്ക്ക് വേണ്ടി അയാളുടെ സമ്മതം കൂടാതെ സദുദ്ദേശത്തോടെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ പറ്റി പ്രതിപാദിക്കും. സെക്ഷൻ 30. ആക്ട് ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത് ഫോർ ബെനിഫിറ്റ് ഓഫ് എ പേഴ്സൺ വിത്തൗട്ട് കൺസെന്റ്. ഒരാളുടെ നന്മയ്ക്ക് വേണ്ടി അയാളുടെ സമ്മതം കൂടാതെ സദുദ്ദേശത്തോടെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ പറ്റി പ്രതിപാദിക്കും. സെക്ഷൻ 31. കമ്മ്യൂണിക്കേഷൻ മെയ്ഡ് ഇൻ ഗുഡ് ഫെയ്ത്ത്. സദുദ്ദേശത്തോടെ നൽകുന്ന ആശയവിനിമയത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പ്. സെക്ഷൻ 31. ഏതെങ്കിലും വ്യക്തിയുടെ പ്രയോജനത്തിനായി ആരെങ്കിലും സദുദ്ദേശത്തോടു കൂടി അയാളുടെ ആശയവിനിമയം നടത്തുകയും അതുവഴി ആ വ്യക്തിക്ക് എന്തെങ്കിലും ഹാനി ഉണ്ടാകുകയും ചെയ്താൽ അത് ഒരു കുറ്റകരമാകുന്നതല്ല. സെക്ഷൻ 31. കമ്മ്യൂണിക്കേഷൻ മെയ്ഡ് ഇൻ ഗുഡ് ഫെയ്ത്ത്. സദുദ്ദേശത്തോടെ നൽകുന്ന ആശയവിനിമയത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പ്. സെക്ഷൻ 31. ഏതെങ്കിലും വ്യക്തിയുടെ പ്രയോജനത്തിനായി ആരെങ്കിലും സദുദ്ദേശത്തോടു കൂടി അയാളുടെ ആശയവിനിമയം നടത്തുകയും അതുവഴി ആ വ്യക്തിക്ക് എന്തെങ്കിലും ഹാനി ഉണ്ടാകുകയും ചെയ്താൽ അത് ഒരു കുറ്റകരമാകുന്നതല്ല. സെക്ഷൻ 32. കമ്പൾഷൻ. ആക്ട് ടു വിച്ച് എ പേഴ്സൺ ഈസ് കമ്പൾഡ് ബൈ ത്രെറ്റ്സ്. തൽക്ഷണം മരണഭീഷണിയാൽ നിർബന്ധിതനായ ഒരു വ്യക്തി ചെയ്യുന്ന എല്ലാ കുറ്റങ്ങളും പ്രവർത്തികളും കുറ്റങ്ങൾ ആയിരിക്കുന്നതല്ല. സെക്ഷൻ 32. കമ്പൾഷൻ. ആക്ട് ടു വിച്ച് എ പേഴ്സൺ ഈസ് കമ്പൾഡ് ബൈ ത്രെറ്റ്സ്. തൽക്ഷണം മരണഭീഷണിയാൽ നിർബന്ധിതനായ ഒരു വ്യക്തി ചെയ്യുന്ന എല്ലാ കുറ്റങ്ങളും പ്രവർത്തികളും കുറ്റങ്ങൾ ആയിരിക്കുന്നതല്ല. സെക്ഷൻ 33. ട്രൈഫിൾസ്. സ്ലൈറ്റ് ഹാം. ആക്ട് കോസിംഗ് സ്ലൈറ്റ് ഹാം. നേരിയ ദോഷം വരുത്തുന്ന ഒന്നും കുറ്റകരമല്ല എന്ന് വ്യക്തമാക്കുന്ന വകുപ്പ്. സെക്ഷൻ 33. സെക്ഷൻ 33. ട്രൈഫിൾസ്. സ്ലൈറ്റ് ഹാം. ആക്ട് കോസിംഗ് സ്ലൈറ്റ് ഹാം. നേരിയ ദോഷം വരുത്തുന്ന ഒന്നും കുറ്റകരമല്ല എന്ന് വ്യക്തമാക്കുന്ന വകുപ്പ്. സെക്ഷൻ 33. സെക്ഷൻ 34 മുതൽ 44 വരെ പ്രൈവറ്റ് ഡിഫൻസ്. സ്വകാര്യ പ്രതിരോധം. ഭാരതീയ ന്യായ സംഹിതയിലെ 34 മുതൽ 44 വരെയുള്ള വകുപ്പുകൾ സ്വകാര്യ പ്രതിരോധം ഉറപ്പു നൽകുന്നു. സെക്ഷൻ 34 മുതൽ 44 വരെ പ്രൈവറ്റ് ഡിഫൻസ്. സ്വകാര്യ പ്രതിരോധം. ഭാരതീയ ന്യായ സംഹിതയിലെ 34 മുതൽ 44 വരെയുള്ള വകുപ്പുകൾ സ്വകാര്യ പ്രതിരോധം ഉറപ്പു നൽകുന്നു. സെക്ഷൻ 34.
തിങ്സ് ഡൺ ഇൻ പ്രൈവറ്റ് ഡിഫൻസ്. കേടുപാടുകളിൽ നിന്നും പരിക്കിൽ നിന്നും സ്വയം സംരക്ഷിക്കുന്നതിനായി സ്വകാര്യ പ്രതിരോധത്തിന്റെ അവകാശം വിനിയോഗിക്കപ്പെടുന്നതിൻ പ്രകാരം ചെയ്യുന്ന യാതൊന്നും കുറ്റകരമല്ലെന്ന് വ്യക്തമാക്കുന്ന വകുപ്പ് സെക്ഷൻ 34. സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം കേവലമല്ല, ഇത് സെക്ഷൻ 37 സൂചിപ്പിച്ചിരിക്കുന്ന ചില നിയന്ത്രണങ്ങൾക്ക് വിധേയമായിരിക്കും. സെക്ഷൻ 34. തിങ്സ് ഡൺ ഇൻ പ്രൈവറ്റ് ഡിഫൻസ്. കേടുപാടുകളിൽ നിന്നും പരിക്കിൽ നിന്നും സ്വയം സംരക്ഷിക്കുന്നതിനായി സ്വകാര്യ പ്രതിരോധത്തിന്റെ അവകാശം വിനിയോഗിക്കപ്പെടുന്നതിൻ പ്രകാരം ചെയ്യുന്ന യാതൊന്നും കുറ്റകരമല്ലെന്ന് വ്യക്തമാക്കുന്ന വകുപ്പ് സെക്ഷൻ 34. സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം കേവലമല്ല, ഇത് സെക്ഷൻ 37 സൂചിപ്പിച്ചിരിക്കുന്ന ചില നിയന്ത്രണങ്ങൾക്ക് വിധേയമായിരിക്കും. സെക്ഷൻ 35. റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് ഓഫ് ദ ബോഡി ആൻഡ് ഓഫ് പ്രോപ്പർട്ടി. ഓരോ വ്യക്തിക്കും തന്റെ ശരീരത്തിന്റെയും സ്വത്തിന്റെയും സ്വകാര്യ സംരക്ഷണത്തിന് അവകാശമുണ്ടെന്ന് വ്യക്തമാക്കുന്ന വകുപ്പ് സെക്ഷൻ 35. മനുഷ്യ ശരീരത്തെ ബാധിക്കുന്ന ഒരു കുറ്റകൃത്യത്തിനെതിരെ തന്നെയും മറ്റുള്ളവരെയും പ്രതിരോധിക്കാൻ ഈ വകുപ്പിനാൽ ഓരോ വ്യക്തിക്കും പരിരക്ഷ ലഭിക്കുന്നു. സെക്ഷൻ 35. റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് ഓഫ് ദ ബോഡി ആൻഡ് ഓഫ് പ്രോപ്പർട്ടി. ഓരോ വ്യക്തിക്കും തന്റെ ശരീരത്തിന്റെയും സ്വത്തിന്റെയും സ്വകാര്യ സംരക്ഷണത്തിന് അവകാശമുണ്ടെന്ന് വ്യക്തമാക്കുന്ന വകുപ്പ് സെക്ഷൻ 35. മനുഷ്യ ശരീരത്തെ ബാധിക്കുന്ന ഒരു കുറ്റകൃത്യത്തിനെതിരെ തന്നെയും മറ്റുള്ളവരെയും പ്രതിരോധിക്കാൻ ഈ വകുപ്പിനാൽ ഓരോ വ്യക്തിക്കും പരിരക്ഷ ലഭിക്കുന്നു. സെക്ഷൻ 36. റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് അഗൈൻസ്റ്റ് ദ ആക്ട് ഓഫ് എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് എക്സെട്ര. ചിത്തഭ്രമമുള്ള വ്യക്തി, കുട്ടി, മദ്യപിച്ച വ്യക്തി തുടങ്ങിയവർക്കെതിരെ സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം നൽകുന്ന വകുപ്പ് സെക്ഷൻ 36. സെക്ഷൻ 36. റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് അഗൈൻസ്റ്റ് ദ ആക്ട് ഓഫ് എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് എക്സെട്ര. ചിത്തഭ്രമമുള്ള വ്യക്തി, കുട്ടി, മദ്യപിച്ച വ്യക്തി തുടങ്ങിയവർക്കെതിരെ സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം നൽകുന്ന വകുപ്പ് സെക്ഷൻ 36. സെക്ഷൻ 37. ആക്ട്സ് അഗൈൻസ്റ്റ് വിച്ച് ദർ ഈസ് നോ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ്. സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം ലഭ്യമല്ലാത്ത പ്രവൃത്തികളെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന വകുപ്പ് സെക്ഷൻ 37. സെക്ഷൻ 37. ആക്ട്സ് അഗൈൻസ്റ്റ് വിച്ച് ദർ ഈസ് നോ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ്. സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം ലഭ്യമല്ലാത്ത പ്രവൃത്തികളെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന വകുപ്പ് സെക്ഷൻ 37. സെക്ഷൻ 40. കമൻസ്മെന്റ് ആൻഡ് കണ്ടിന്യൂൻസ് ഓഫ് ദ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് ഓഫ് ബോഡി. ശരീരത്തിന്റെ സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശത്തിന്റെ തുടക്കവും അതിന്റെ തുടർച്ചയും പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 40. സെക്ഷൻ 40. കമൻസ്മെന്റ് ആൻഡ് കണ്ടിന്യൂൻസ് ഓഫ് ദ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് ഓഫ് ബോഡി. ശരീരത്തിന്റെ സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശത്തിന്റെ തുടക്കവും അതിന്റെ തുടർച്ചയും പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 40. സെക്ഷൻ 41. When the right of private defense of property extends to causing death. വസ്തു സംബന്ധിച്ച സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം മരണം വരെ നീളുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പ് സെക്ഷൻ 41. സെക്ഷൻ 41. When the right of private defense of property extends to causing death. വസ്തു സംബന്ധിച്ച സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം മരണം വരെ നീളുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പ് സെക്ഷൻ 41. സെക്ഷൻ 42. When such right extends to causing any harm other than death. വസ്തു സംബന്ധിച്ച സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം മരണമല്ലാതെ മറ്റേതെങ്കിലും ഹാനി വരുത്തുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുന്ന വകുപ്പ് സെക്ഷൻ 42. സെക്ഷൻ 42. When such right extends to causing any harm other than death. വസ്തു സംബന്ധിച്ച സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശം മരണമല്ലാതെ മറ്റേതെങ്കിലും ഹാനി വരുത്തുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുന്ന വകുപ്പ് സെക്ഷൻ 42. സെക്ഷൻ 44. റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് അഗൈൻസ്റ്റ് ഡെഡ്ലി അസോൾട്ട് വെൻ there is risk of harm to innocent person. നിരപരാധിയായ ഒരാൾക്ക് ഉപദ്രവത്തിന് സാധ്യതയുള്ളപ്പോൾ മാരകമായ ആക്രമണത്തിനെതിരെ സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പ് സെക്ഷൻ 44. സെക്ഷൻ 44. റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് അഗൈൻസ്റ്റ് ഡെഡ്ലി അസോൾട്ട് വെൻ there is risk of harm to innocent person. നിരപരാധിയായ ഒരാൾക്ക് ഉപദ്രവത്തിന് സാധ്യതയുള്ളപ്പോൾ മാരകമായ ആക്രമണത്തിനെതിരെ
സ്വകാര്യ പ്രതിരോധത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പ് സെക്ഷൻ 44. സെക്ഷൻ 63 റേപ്പ്. ബലാത്സംഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 63 റേപ്പ്. ബലാത്സംഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 64 പണിഷ്മെന്റ് ഫോർ റേപ്പ്. ബലാത്സംഗം കുറ്റത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 64 പണിഷ്മെന്റ് ഫോർ റേപ്പ്. ബലാത്സംഗം കുറ്റത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 65 പണിഷ്മെന്റ് ഫോർ റേപ്പ് ഇൻ സർട്ടൈൻ കേസസ്. സെക്ഷൻ 65 1 16 വയസ്സിൽ താഴെ പ്രായമുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്താലുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ്. ശിക്ഷ 20 വർഷത്തിൽ കുറയാത്തതും എന്നാൽ അയാളുടെ സ്വാഭാവിക ജീവിതത്തിന്റെ ശേഷിക്കുന്ന കാലത്തേക്ക് എന്നർത്ഥം വരുന്ന ജീവപര്യന്തത്തോളമാകാവുന്നതുമായ കഠിന തടവും പിഴയും ലഭിക്കാവുന്നതാണ്. സെക്ഷൻ 65 പണിഷ്മെന്റ് ഫോർ റേപ്പ് ഇൻ സർട്ടൈൻ കേസസ്. സെക്ഷൻ 65 1 16 വയസ്സിൽ താഴെ പ്രായമുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്താലുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ്. ശിക്ഷ 20 വർഷത്തിൽ കുറയാത്തതും എന്നാൽ അയാളുടെ സ്വാഭാവിക ജീവിതത്തിന്റെ ശേഷിക്കുന്ന കാലത്തേക്ക് എന്നർത്ഥം വരുന്ന ജീവപര്യന്തത്തോളമാകാവുന്നതുമായ കഠിന തടവും പിഴയും ലഭിക്കാവുന്നതാണ്. സെക്ഷൻ 66 പണിഷ്മെന്റ് ഫോർ കോസിംഗ് ഡെത്ത് ഓർ റിസൾട്ടിംഗ് ഇൻ പെർസിസ്റ്റന്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് ഓഫ് വിക്ടിം. ബലാത്സംഗത്തിനിടയിൽ ഏൽക്കുന്ന പരിക്ക് സ്ത്രീയുടെ മരണത്തിനോ അല്ലെങ്കിൽ അവരെ ജീവച്ഛമമാക്കി മാറ്റുകയോ ചെയ്താലുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. ശിക്ഷ 20 വർഷത്തിൽ കുറയാത്തതും എന്നാൽ അയാളുടെ സ്വാഭാവിക ജീവിതത്തിന്റെ ശേഷിക്കുന്ന കാലത്തേക്ക് എന്നർത്ഥം വരുന്ന ജീവപര്യന്തത്തോളമാകാവുന്ന കഠിന തടവും അല്ലെങ്കിൽ വധശിക്ഷയോ. ഇതൊരു നോൺ വയലബിൾ ഒഫൻസ് ആണ്. സെക്ഷൻ 66 പണിഷ്മെന്റ് ഫോർ കോസിംഗ് ഡെത്ത് ഓർ റിസൾട്ടിംഗ് ഇൻ പെർസിസ്റ്റന്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് ഓഫ് വിക്ടിം. ബലാത്സംഗത്തിനിടയിൽ ഏൽക്കുന്ന പരിക്ക് സ്ത്രീയുടെ മരണത്തിനോ അല്ലെങ്കിൽ അവരെ ജീവച്ഛമമാക്കി മാറ്റുകയോ ചെയ്താലുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. ശിക്ഷ 20 വർഷത്തിൽ കുറയാത്തതും എന്നാൽ അയാളുടെ സ്വാഭാവിക ജീവിതത്തിന്റെ ശേഷിക്കുന്ന കാലത്തേക്ക് എന്നർത്ഥം വരുന്ന ജീവപര്യന്തത്തോളമാകാവുന്ന കഠിന തടവും അല്ലെങ്കിൽ വധശിക്ഷയോ. ഇതൊരു നോൺ വയലബിൾ ഒഫൻസ് ആണ്. സെക്ഷൻ 67 സെക്ഷൽ ഇന്റർകോഴ്സ് ബൈ ഹസ്ബൻഡ് അപ്പോൺ ഹിസ് വൈഫ് ഡ്യൂറിംഗ് സെപ്പറേഷൻ. കോടതി വിധിയെ തുടർന്നോ അല്ലെങ്കിൽ മറ്റു വിധത്തിലോ വേർപിരിഞ്ഞ് കഴിയുന്ന തന്റെ ഭാര്യയുമായി അവളുടെ സമ്മതം കൂടാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. ശിക്ഷ 2 വർഷത്തിൽ കുറയാത്തതും 7 വർഷം വരെ ആകാവുന്നതുമായ തടവും പിഴയും. സെക്ഷൻ 67 സെക്ഷൽ ഇന്റർകോഴ്സ് ബൈ ഹസ്ബൻഡ് അപ്പോൺ ഹിസ് വൈഫ് ഡ്യൂറിംഗ് സെപ്പറേഷൻ. കോടതി വിധിയെ തുടർന്നോ അല്ലെങ്കിൽ മറ്റു വിധത്തിലോ വേർപിരിഞ്ഞ് കഴിയുന്ന തന്റെ ഭാര്യയുമായി അവളുടെ സമ്മതം കൂടാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. ശിക്ഷ 2 വർഷത്തിൽ കുറയാത്തതും 7 വർഷം വരെ ആകാവുന്നതുമായ തടവും പിഴയും. സെക്ഷൻ 68 സെക്ഷൽ ഇന്റർകോഴ്സ് ബൈ എ പേഴ്സൺ ഇൻ അതോറിറ്റി. അധികാര സ്ഥാനത്തിരിക്കുന്ന വ്യക്തി നടത്തുന്ന ലൈംഗിക വീഴ്ചയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. സെക്ഷൻ 68 സെക്ഷൽ ഇന്റർകോഴ്സ് ബൈ എ പേഴ്സൺ ഇൻ അതോറിറ്റി. അധികാര സ്ഥാനത്തിരിക്കുന്ന വ്യക്തി നടത്തുന്ന ലൈംഗിക വീഴ്ചയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. സെക്ഷൻ 69 സെക്ഷൽ ഇന്റർകോഴ്സ് ബൈ എംപ്ലോയിങ് ഡിസീറ്റ്ഫുൾ മീൻസ്. വഞ്ചനാപരമായ മാർഗത്തിലൂടെയോ നിറവേറ്റാൻ ഉദ്ദേശമില്ലാത്ത വിവാഹ വാഗ്ദാനം നൽകിയോ ഒരു സ്ത്രീയുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്ന ഏതൊരാളും ഈ വകുപ്പ് പ്രകാരം ശിക്ഷിക്കപ്പെടും. ശിക്ഷ 10 വർഷം വരെയാകാവുന്ന തടവും പിഴയും. സെക്ഷൻ 69 സെക്ഷൽ ഇന്റർകോഴ്സ് ബൈ എംപ്ലോയിങ് ഡിസീറ്റ്ഫുൾ മീൻസ്. വഞ്ചനാപരമായ മാർഗത്തിലൂടെയോ നിറവേറ്റാൻ ഉദ്ദേശമില്ലാത്ത വിവാഹ വാഗ്ദാനം നൽകിയോ ഒരു സ്ത്രീയുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്ന ഏതൊരാളും ഈ വകുപ്പ് പ്രകാരം ശിക്ഷിക്കപ്പെടും. ശിക്ഷ 10 വർഷം വരെയാകാവുന്ന തടവും പിഴയും. സെക്ഷൻ 70 ഗ്യാങ് റേപ്പ്. സെക്ഷൻ 70 കൂട്ടബലാത്സംഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. ഒരു സംഘത്തിലെ ഒന്നോ അതിലധികം ആളുകൾ ചേർന്ന് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്താൽ അങ്ങനെയുള്ള ഓരോ വ്യക്തിയും ആ കുറ്റം ചെയ്തതായി കണക്കാക്കുന്നു. ശിക്ഷ 20 വർഷത്തിൽ കുറയാത്തതും എന്നാൽ അയാളുടെ സ്വാഭാവിക ജീവിതത്തിന്റെ ശേഷിക്കുന്ന കാലത്തേക്ക് എന്നർത്ഥം വരുന്ന ജീവപര്യന്തത്തോളമാകാവുന്ന
കഠിന തടവും പിഴയും. ഇതൊരു നോൺ ബൈലബിൾ ഒഫൻസ് ആണ്. പിഴത്തുക കുറ്റകൃത്യത്തിനിരയായ സ്ത്രീയുടെ ചികിത്സാ ചെലവുകളും പുനരധിവാസവും നടത്താൻ ന്യായവും യുക്തവുമായിരിക്കണം. മാത്രമല്ല, ഈ വകുപ്പിന് കീഴിൽ ചുമത്തുന്ന ഏതൊരു പിഴയും കുറ്റകൃത്യത്തിനിരയായ സ്ത്രീക്ക് നൽകേണ്ടതാണ്. സെക്ഷൻ 70 ഗ്യാങ് റേപ്പ്. സെക്ഷൻ 70(1) കൂട്ടബലാത്സംഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. ഒരു സംഘത്തിലെ ഒന്നോ അതിലധികം ആളുകൾ ചേർന്ന് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്താൽ അങ്ങനെയുള്ള ഓരോ വ്യക്തിയും ആ കുറ്റം ചെയ്തതായി കണക്കാക്കുന്നു. ശിക്ഷ 20 വർഷത്തിൽ കുറയാത്തതും എന്നാൽ അയാളുടെ സ്വാഭാവിക ജീവിതത്തിന്റെ ശേഷിക്കുന്ന കാലത്തേക്ക് എന്നർത്ഥം വരുന്ന ജീവപര്യന്തത്തോളമാകാവുന്ന കഠിന തടവും പിഴയും. ഇതൊരു നോൺ ബൈലബിൾ ഒഫൻസ് ആണ്. പിഴത്തുക കുറ്റകൃത്യത്തിനിരയായ സ്ത്രീയുടെ ചികിത്സാ ചെലവുകളും പുനരധിവാസവും നടത്താൻ ന്യായവും യുക്തവുമായിരിക്കണം. മാത്രമല്ല, ഈ വകുപ്പിന് കീഴിൽ ചുമത്തുന്ന ഏതൊരു പിഴയും കുറ്റകൃത്യത്തിനിരയായ സ്ത്രീക്ക് നൽകേണ്ടതാണ്. സെക്ഷൻ 71 പണിഷ്മെന്റ് ഫോർ റിപ്പീറ്റ് ഒഫൻഡേഴ്സ്. BNS 64, 65, 66, 70 വകുപ്പുകൾ പ്രകാരം കുറ്റകൃത്യം ചെയ്ത ആളുകൾ കുറ്റം ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ്. ശിക്ഷ കുറ്റവാളിയുടെ സ്വാഭാവിക ജീവിതത്തിന്റെ ശേഷിക്കുന്ന കാലത്തേക്ക് എന്നർത്ഥം വരുന്ന ജീവപര്യന്തത്തോളമാകാവുന്ന തടവ് അല്ലെങ്കിൽ വധശിക്ഷ. ഇത് കൊഗ്നൈസബിളും നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. സെക്ഷൻ 71 പണിഷ്മെന്റ് ഫോർ റിപ്പീറ്റ് ഒഫൻഡേഴ്സ്. BNS 64, 65, 66, 70 വകുപ്പുകൾ പ്രകാരം കുറ്റകൃത്യം ചെയ്ത ആളുകൾ കുറ്റം ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ്. ശിക്ഷ കുറ്റവാളിയുടെ സ്വാഭാവിക ജീവിതത്തിന്റെ ശേഷിക്കുന്ന കാലത്തേക്ക് എന്നർത്ഥം വരുന്ന ജീവപര്യന്തത്തോളമാകാവുന്ന തടവ് അല്ലെങ്കിൽ വധശിക്ഷ. ഇത് കൊഗ്നൈസബിളും നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. സെക്ഷൻ 72 ഡിസ്ക്ലോഷർ ഓഫ് ഐഡന്റിറ്റി ഓഫ് വിക്ടിം ഓഫ് സർട്ടൻ ഒഫൻസ്. സെക്ഷൻ 64, 65, 66, 67, 68, 69, 70, 71 പ്രകാരമുള്ള ഒരു കുറ്റകൃത്യത്തിന് ഇരയായി എന്ന് കണ്ടെത്തിയതോ ആരോപിക്കപ്പെട്ടതോ ആയ വ്യക്തിയുടെ പേരോ അയാളെ തിരിച്ചറിയാൻ പറ്റുന്ന വിധത്തിൽ മറ്റെന്തെങ്കിലും കാര്യമോ ആരെങ്കിലും അച്ചടിക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്യുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. ശിക്ഷ 2 വർഷത്തോളമാവാവുന്ന തടവും പിഴയും. സെക്ഷൻ 72 ഡിസ്ക്ലോഷർ ഓഫ് ഐഡന്റിറ്റി ഓഫ് വിക്ടിം ഓഫ് സർട്ടൻ ഒഫൻസ്. സെക്ഷൻ 64, 65, 66, 67, 68, 69, 70, 71 പ്രകാരമുള്ള ഒരു കുറ്റകൃത്യത്തിന് ഇരയായി എന്ന് കണ്ടെത്തിയതോ ആരോപിക്കപ്പെട്ടതോ ആയ വ്യക്തിയുടെ പേരോ അയാളെ തിരിച്ചറിയാൻ പറ്റുന്ന വിധത്തിൽ മറ്റെന്തെങ്കിലും കാര്യമോ ആരെങ്കിലും അച്ചടിക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്യുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. ശിക്ഷ 2 വർഷത്തോളമാവാവുന്ന തടവും പിഴയും. സെക്ഷൻ 74 അസാൾട്ട് ഓർ യൂസ് ഓഫ് ക്രിമിനൽ ഫോഴ്സ് ടു വുമൺ വിത്ത് ഇന്റന്റ് ടു ഔട്ട്റേജ് ഹർ മോഡസ്റ്റി. ഒരു സ്ത്രീയുടെ ചാരിത്രശുദ്ധിക്ക് ഭംഗം വരുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവളെ കയ്യേറ്റം ചെയ്യുകയോ അല്ലെങ്കിൽ അവൾക്കെതിരെ കുറ്റകരമായ ബലപ്രയോഗം നടത്തുകയോ ചെയ്യുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. ശിക്ഷ 1 വർഷത്തിൽ കുറയാത്തതും എന്നാൽ 5 വർഷം വരെ ആകാവുന്നതുമായ തടവും പിഴയും. ഇതൊരു നോൺ ബൈലബിൾ ഒഫൻസ് ആണ്. ഒരു സ്ത്രീയുടെ ചാരിത്രശുദ്ധിക്ക് ഭംഗം വരുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവളെ കയ്യേറ്റം ചെയ്യുകയോ അല്ലെങ്കിൽ അവൾക്കെതിരെ കുറ്റകരമായ ബലപ്രയോഗം നടത്തുകയോ ചെയ്യുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. ശിക്ഷ 1 വർഷത്തിൽ കുറയാത്തതും എന്നാൽ 5 വർഷം വരെ ആകാവുന്നതുമായ തടവും പിഴയും. ഇതൊരു നോൺ ബൈലബിൾ ഒഫൻസ് ആണ്. സെക്ഷൻ 75 സെക്ഷൽ ഹറാസ്മെന്റ്. ലൈംഗിക പീഡനവും ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയും കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ്. സെക്ഷൻ 75 സെക്ഷൽ ഹറാസ്മെന്റ്. ലൈംഗിക പീഡനവും ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയും കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ്. സെക്ഷൻ 76 അസൾട്ട് ഓർ യൂസ് ഓഫ് ക്രിമിനൽ ഫോഴ്സ് ടു വുമൺ വിത്ത് ഇന്റന്റ് ടു ഡിസ്റോബ്. ഒരു സ്ത്രീയെ വിവസ്ത്രയാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയോ അല്ലെങ്കിൽ അവളെ അതിനായി നിർബന്ധിക്കുന്നതിനോ പ്രേരിപ്പിക്കുന്നതിനോ വേണ്ടി അവളെ കയ്യേറ്റം ചെയ്യുകയോ അല്ലെങ്കിൽ കുറ്റകരമായ ബലപ്രയോഗം നടത്തുകയോ ചെയ്യുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ്. ശിക്ഷ 3 വർഷത്തിൽ കുറയാത്തതും 7 വർഷം വരെ ആകാവുന്നതുമായ
തടവും പിഴയും. ഇതൊരു നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. സെക്ഷൻ 76 അസൾട്ട് ഓർ യൂസ് ഓഫ് ക്രിമിനൽ ഫോഴ്സ് ടു വുമൺ വിത്ത് ഇന്റന്റ് ടു ഡിസ്റോബ്. ഒരു സ്ത്രീയെ വിവസ്ത്രയാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയോ അല്ലെങ്കിൽ അവളെ അതിനായി നിർബന്ധിക്കുന്നതിനോ പ്രേരിപ്പിക്കുന്നതിനോ വേണ്ടി അവളെ കയ്യേറ്റം ചെയ്യുകയോ അല്ലെങ്കിൽ കുറ്റകരമായ ബലപ്രയോഗം നടത്തുകയോ ചെയ്യുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ്. ശിക്ഷ 3 വർഷത്തിൽ കുറയാത്തതും 7 വർഷം വരെ ആകാവുന്നതുമായ തടവും പിഴയും. ഇതൊരു നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. സെക്ഷൻ 77 വോയറിസം. ഒളിഞ്ഞുനോട്ടത്തെപ്പറ്റി പരാമർശിക്കുന്ന വകുപ്പ്. ഒരു വ്യക്തിയോ അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി മറ്റൊരു വ്യക്തിയോ ഒരു സ്ത്രീ സ്വകാര്യമായി ചെയ്യുന്ന പ്രവൃത്തിയെ വീക്ഷിക്കുകയോ ചിത്രങ്ങൾ പകർത്തുകയോ അവ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് ഈ വകുപ്പ് പ്രകാരം കുറ്റകരമാണ്. ഈ വകുപ്പ് പ്രകാരം ചെയ്യുന്ന ആദ്യ കുറ്റത്തിനുള്ള ശിക്ഷ 1 വർഷത്തിൽ കുറയാത്തതും എന്നാൽ 3 വർഷം വരെ ആകാവുന്നതുമായ തടവും പിഴയും. ഇതൊരു ബെയിലബിൾ ഒഫൻസ് ആണ്. സെക്ഷൻ 77 വോയറിസം. ഒളിഞ്ഞുനോട്ടത്തെപ്പറ്റി പരാമർശിക്കുന്ന വകുപ്പ്. ഒരു വ്യക്തിയോ അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി മറ്റൊരു വ്യക്തിയോ ഒരു സ്ത്രീ സ്വകാര്യമായി ചെയ്യുന്ന പ്രവൃത്തിയെ വീക്ഷിക്കുകയോ ചിത്രങ്ങൾ പകർത്തുകയോ അവ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് ഈ വകുപ്പ് പ്രകാരം കുറ്റകരമാണ്. ഈ വകുപ്പ് പ്രകാരം ചെയ്യുന്ന ആദ്യ കുറ്റത്തിനുള്ള ശിക്ഷ 1 വർഷത്തിൽ കുറയാത്തതും എന്നാൽ 3 വർഷം വരെ ആകാവുന്നതുമായ തടവും പിഴയും. ഇതൊരു ബെയിലബിൾ ഒഫൻസ് ആണ്.